ഈ ജീവിതം എന്ന് പറയുന്നതേ കോമാളി വേഷം കെട്ടാനുള്ളതല്ല. അത് നീ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ കോമാളി വേഷമൊന്നും കിട്ടണല്ല. ഞാൻ പെരുമാറി വരുമ്പോൾ അങ്ങനെ ആയിപ്പോണതാണ്. പിന്നെ ഇതുപോലെ തന്നെ എൻ്റെ അമ്മ എപ്പോഴും ഇരുന്നുകൊണ്ട് പറയും, എടാ അച്ഛനെ പോലെ കോമാളി വേഷം കെട്ടണ്ട, അച്ഛനെ പോലെ കോമാളി വേഷം കെട്ടണ്ട. അപ്പോഴേ നമ്മുടെ ഭാഷങ്ങളുടെ കുഴപ്പമല്ല. എന്താടാ പിന്നെ നീയേ? അല്ല ഞാൻ ഉദ്ദേശിച്ചതല്ല, ഞാൻ മറ്റേ സയൻസ് ജെനറ്റിക്സ് അങ്ങനെ. നീ കുറച്ച് വശം കെട്ട വേല കാണിക്കുമ്പോഴേ നാട്ടുകാരൊക്കെ പറയുമല്ല, ബാലുവിനെ പോലെ തന്നെ ബാലുവിനെ പോലെ തന്നെ. സയൻസടാ, ജെനറ്റിക്. ഞങ്ങളുടെ അടുത്ത് മാത്രം ഡയലോഗ് അടിക്കാൻ യാതൊരു കുഴപ്പമില്ല അല്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പുഷ്പലത ആന്റി കട തുടങ്ങാൻ വേണ്ടിട്ട് അങ്കിളിന് ഒരു 8 ലക്ഷം രൂപ തന്നതാണോ? തന്നല്ലേ, എല്ലാവർക്കും അറിയാലോ. നിനക്ക് കട തുടങ്ങിയ ഞാൻ പറഞ്ഞില്ലേ മുമ്പ്. പക്ഷെ അതൊരു 3 മാസം കൊണ്ട് പൂട്ടി കെട്ടിയില്ലേ? ബിസിനസ് അല്ലേ, സസ്റ്റെയിൻ ചെയ്ത് ചിലപ്പോൾ നിൽക്കണമെന്നില്ല. ചിലർക്ക് വർക്കാവും, ചിലർക്ക് വർക്കാവില്ല. എനിക്ക് വർക്കായില്ല, അത്രേ ഉള്ളൂ. പിന്നെ വർക്കാവുന്ന വേറൊരു കാര്യം ആന്റി ചെയ്തല്ലോ. എന്താണ്? അങ്ങളെ കൊണ്ട് സിംഗപ്പൂര് പോയില്ലേ? അത് 2 തവണ. അതറിയാൻ എല്ലാവർക്കും അറിയാല്ല. സിംഗപ്പൂര് 2 തവണ പോയി പറഞ്ഞില്ലേ, ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞില്ല. നിനക്കറിയാലോ. ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി മേടിച്ചു തന്നായിരുന്ന. സൂപ്പർ മാർക്കറ്റില് ജോലി, അവിടെ മാനേജറായിട്ടാ ജോലി വെച്ചത്. മാമി അവിടെ കടയിൽ നിൽക്കാൻ വേണ്ടി വിളിച്ചത്. അത് രാവിലെ 6 മണിക്ക് കാരണം 12 മണി, ചിലപ്പോൾ നൈറ്റ്. അവന്മാരെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ നിൽക്കണോ? വേണ്ട, ഒരു കാര്യം ചെയ്യാം, അവരോട് പറയാം നിന്റെ സൗകര്യത്തിന് നിൽക്കാൻ. എന്താ? അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ.